തൂക്കുപാലം ജവഹർലാൽ നെഹ്റു കോളേജിൽ സ്പോർട്സ് ആർട്സ് ഡേ ആഘോഷങ്ങൾ ആരംഭിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷ പരിപാടികൾ നാളെ സമാപിക്കും. കോളേജ് പ്രിൻസിപ്പാൾ മേജർ ഡോക്ടർ ജോണിക്കുട്ടി ജെ ഒഴുകിയിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ സ്പോർട്സ് ആർട്സ് ഡേ ആഘോഷ പരിപാടികളാണ് കോളേജിൽ നടക്കുന്നത്. ഇന്നലെ സ്പോർട്സ് ഡേ കൊണ്ടാടിയിരുന്നു. വിജയികളായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ഇന്ന് ആരംഭിച്ച ആർട്സ് ഡേ പരിപാടികൾ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോണിക്കുട്ടി ജെ ഒഴുകയിൽ ഉദ്ഘാടനം ചെയ്തു. ജവഹർലാൽ നെഹ്റു കോളേജിലെ സ്പോർട്സ് ഡേയും ആർട്സ് ഡേയും കൂടെ ഒരു 3 ദിവസത്തെ പ്രോഗ്രാമായിട്ട് നടത്തുകയാണ്. ഇന്നലെ സ്പോർട്സ് ഡേ സമാപിച്ചു. നന്നായിട്ട് കുട്ടികൾ പങ്കെടുത്തു. ഇന്ന് ആർട്സ് ഡേയുടെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. നാളെയും കൂടെ ഈ പ്രോഗ്രാംസ് തുടരും. കുട്ടികൾക്ക് അവരുടെ സർഗശേഷി വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ മികവ് തെളിയിക്കുന്നതിനുമുള്ള മികച്ച അവസരമാണ്. കുട്ടികളെല്ലാവരും വളരെ സന്തോഷത്തോടെ നല്ല ഒരു പങ്കാളിത്തത്തോടെയാണ് ഇന്ന് ഈ ദിവസം ആർട്സ് ഡേയുടെ പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കോളേജ് യൂണിയൻ ഉദ്ഘാടനം യുവജനക്ഷേമ ബോർഡ് അംഗം രമേശ് കൃഷ്ണൻ നിർവഹിച്ചു. ഞാൻ വന്നപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ മുദ്രാവാക്യം വിളിച്ചു. എനിക്ക് തോന്നുന്നു SFIക്കാരായിരിക്കും മുദ്രാവാക്യം വിളിച്ചതെന്ന് തോന്നുന്നു. SFIയുടെ അടിസ്ഥാന മുദ്രാവാക്യം, ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം പഠിക്കുക, പോരാടുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനം പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. പഠിക്കുകയും പഠനത്തോടൊപ്പം ക്യാമ്പസുകളെ, കലാലയങ്ങളെ, വിദ്യാർത്ഥികളെ സർഗാത്മകമായി ഒരു നല്ല സാമൂഹ്യ ജീവിയാക്കി മാറ്റുവാൻ, ഈ സമൂഹത്തെ എല്ലാ തിന്മകൾക്കുമെതിരെ പ്രതികരിക്കാൻ കഴിയുന്നവരായി മാറ്റുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി നാം ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. നിരവധി രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും പരിപാടികൾ ആസ്വദിക്കുവാനായി എത്തി. നാളെയാണ് ആർട്സ് ഡേ ആഘോഷങ്ങൾ സമാപിക്കുക. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.